നമസ്കാരം. മലയാള സിനിമ എന്നത് ഒരു ആശയവിനിമയ മാർഗമാണ്. കൂടുതൽ ആളുകളിലേക്ക് ഒരു കാര്യം എത്തിക്കാൻ ഉപയോഗിക്കുന്ന സിനിമ ഇന്ന് പല സന്ദർഭങ്ങളിൽ സിനിമയുടെ ട്രാക്ക് മാറി മറിയുന്നുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കാനും അതോടൊപ്പം തന്നെ സിനിമയെ കച്ചവടമാക്കാനുമാണ് ഇന്ന് മലയാള സിനിമ ചെയ്യുന്നത്. എമ്പുരാനെ പോലെ ഒരു ശക്തമായ തിരക്കഥയില്ലാതെ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി മാത്രം സിനിമ ചെയ്യുന്ന ഒരു കൂട്ടം സംവിധായകരും നിർമ്മാതാവുമാണ് ഇന്ന് മലയാള സിനിമയുടെ നാശത്തിലേക്ക് തള്ളിവിട്ടത്. എമ്പുരാൻ എന്ന സിനിമ പോപ്പുലർ ഫ്രണ്ടിനെ വെള്ളപൂശാനാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. SDP എന്ന തീവ്രവാദ സംഘടനയെ നിരോധിക്കാനുള്ള സമയത്തും ഈ സിനിമ ഇറങ്ങിയത് സംശയത്തോടെയാണ് കാണേണ്ടത്. ഗുജറാത്ത് കലാപ സമയത്തെ സംഭവം ആ മുറിവുകളിൽ വീണ്ടും മുളകുപൊടി പുരട്ടി അതിനെ വിൽപ്പന വസ്തുവാക്കി മാറ്റാനാണ് എമ്പുരാൻ എന്ന സിനിമയുടെ സംവിധായകനായ പൃഥ്വിരാജും തിരക്കഥാകൃത്ത് മുരളി ഗോപിയും ചെയ്തിരിക്കുന്നത്. എമ്പുരാനിലൂടെ തിരക്കഥാകൃത്ത് പറയാൻ ശ്രമിച്ച അന്താരാഷ്ട്ര മാഫിയ കഥയ്ക്കും തിയേറ്ററിലേക്ക് ആളെ കൂട്ടാൻ കഴിയുമോ എന്ന സംശയം ഉള്ളതിനാലാണ് മനഃപൂർവ്വം ഇത്തരം വർഗീയമായ പടർത്തുന്ന സീനുകൾ സൃഷ്ടിച്ചതെന്ന വിമർശനമാണ് ഉയരുന്നത്. ഇതിനകം തന്നെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. മോഹൻലാൽ ഒരു സംഘപരിവാർ അനുകൂലിയായി ചിത്രീകരിക്കപ്പെടുന്നതിനാൽ BJP RSS അനുഭാവികൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ എമ്പുരാൻ കാണാൻ തിയേറ്ററിലേക്ക് എത്തിക്കൊള്ളുമെന്നും മറുഭാഗത്തുള്ളവരെ ആകർഷിക്കാൻ ചില വിദ്യകൾ തിരക്കഥയിൽ കാണിച്ചാൽ മതിയാകുമെന്നാണ് തിരക്കഥാകൃത്ത് കരുതിയത്. അതിന് ഏറ്റവും എളുപ്പത്തിൽ പ്രയോഗിക്കാൻ കഴിയുന്നത് വർഗീയത എന്ന ആയുധം തന്നെയാണ്. അതാണ് എമ്പുരാനിൽ മുരളി ഗോപി പ്രയോഗിച്ചത്. രാജ്യം മറക്കാൻ ആഗ്രഹിക്കുന്ന കലാപകാലത്തെ സിനിമയിൽ തന്റെ യുക്തിക്ക് അനുസൃതമായി തിരക്കഥാകൃത്ത് കുത്തിക്കയറ്റിയത് വഴി ശക്തമായ പ്രതിഷേധമാണ് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. സംഘപരിവാർ സംഘടനകളും നേതാക്കളും സിനിമയ്ക്കെതിരെ രംഗത്ത് വരുമെന്നും അപ്പോൾ മറുഭാഗം സിനിമ കാണാൻ ഒഴുകിയെത്തുമെന്നുമുള്ള കണക്ക് കൂട്ടലാണ് മുരളി ഗോപി തിരക്കഥ തയ്യാറാക്കിയത്. ഇതിന് പൃഥ്വിരാജിന്റെ പൂർണ്ണ പിന്തുണയുമുണ്ടായിരുന്നു. 2022 കലാപ ദൃശ്യങ്ങൾ 2025 ഇതുപോലെ ആവിഷ്കരിച്ചാൽ അതിനെതിരെ വലിയ പ്രതിഷേധം ഉയരുമെന്ന് തിരിച്ചറിയാനുള്ള കൃത്യമായ രാഷ്ട്രീയ ബോധമൊക്കെ ഭരത് ഗോപിയുടെ മകനായ മുരളി ഗോപിക്കും സുകുമാരന്റെ മകനായ പൃഥ്വിരാജിനുമുണ്ട്. യഥാർത്ഥത്തിൽ ഇവർ രണ്ടുപേരും ചേർന്നൊരുക്കിയ കെണിയിൽ വീണുപോയിരിക്കുന്നത് മോഹൻലാലാണ്. റിലീസിന്റെ അവസാന നിമിഷം പ്രധാന നിർമ്മാണ ചുമതല വഹിച്ചിരുന്ന ലേഖ പ്രൊഡക്ഷൻ പിന്മാറിയതിനു പിന്നിൽ അതും ഒരു വിവാദമുണ്ട്. ആ വിവാദം പേടിച്ചിട്ടാണ് അങ്ങനത്തെ ഒരു സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. സംഘപരിവാറും കേന്ദ്ര സർക്കാരും എതിരായാൽ വലിയ തിരിച്ചടി വീണ്ടും തന്റെ ബിസിനസ് സാമ്രാജ്യത്തിന് ഉണ്ടാകുമെന്നും ലേഖ പോലും ഭയന്നിട്ടുണ്ടെങ്കിൽ അവരെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തായാലും കുറ്റപ്പെടുത്താൻ സാധിക്കുകയില്ല. ED നടത്തിയ റെയ്ഡ് ഉയർത്തിയ പ്രതിസന്ധിയിൽപ്പെട്ട് വെട്ടിലായ ലേഖ പ്രൊഡക്ഷന് വീണ്ടും ഒരു തിരിച്ചടി താങ്ങാൻ കഴിഞ്ഞു എന്ന് വരില്ല. ഇക്കാര്യത്തിൽ ഇനി ഭയക്കേണ്ടത് യഥാർത്ഥത്തിൽ ഗോകുലം ഗോപാലിനെയാണ്. ലേഖ പിന്മാറിയപ്പോൾ ചാടിക്കേറി വൻ തുക നൽകി എമ്പുരാൻ പുറത്തിറങ്ങാൻ സഹായിച്ചതും നിർമ്മാണ പങ്കാളിയായതും ഗോകുലം ഗോപാലിന്റെ ഉടമസ്ഥയിലുള്ള ഗോകുലം മൂവീസാണ്. കേന്ദ്ര സർക്കാരും BJPയും ഗോകുലം ഗ്രൂപ്പിനോട് പകപോക്കാൻ ഇറങ്ങിയാൽ ഗോകുലം ഗോപാലിനെയും അദ്ദേഹത്തിന്റെ ബിസിനസ് സാമ്രാജ്യത്തെയും അത് സാരമായി ബാധിക്കും. SNDP യോഗവുമായുള്ള ഭിന്നതയുടെ പേരിൽ വെള്ളാപ്പള്ളി നടേശനുമായി ശത്രുതയുള്ള ഗോകുലം ഗോപാലിനെ പൂട്ടാൻ എമ്പുരാനെ വെള്ളാപ്പള്ളിമാർ ആയുധമാക്കിയാലും അത്ഭുതപ്പെടാനില്ല. എമ്പുരാനിൽ 2022 കലാപം ചിത്രീകരിച്ചതിനാൽ OTTയിൽ ഈ സിനിമയ്ക്ക് വിലക്ക് വരാനുള്ള സാധ്യതയും കൂടുതലാണ്. വയലൻസ് കൂടിയെന്ന ഒറ്റ കാരണത്താൽ മാർക്കോ സിനിമയ്ക്ക് OTTയിൽ റെഡ് സിഗ്നൽ ഉയർത്തിക്കാട്ടപ്പെട്ടതിനാൽ സ്വാഭാവികമായും കലാപം ചിത്രീകരിച്ച സിനിമയുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. ഇതും എമ്പുരാൻ സിനിമയ്ക്ക് കനത്ത തിരിച്ചടിയായിരിക്കും. അതേസമയം എമ്പുരാൻ സിനിമയെ പ്രശംസിച്ച് രംഗത്ത് വന്ന ബിനീഷ് കോടിയേരിയുടെ നടപടി CPM നേതൃത്വത്തിന് നല്ല പോലെ ദഹിച്ചിട്ടില്ല എന്ന സൂചനയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എമ്പുരാൻ സിനിമയുടെ പ്രമേയത്തിൽ അവതരിപ്പിക്കുന്ന രാഷ്ട്രീയം പറയാൻ ചില്ലറ ധൈര്യം പോരാ എന്നാണ് നടൻ ബിനീഷ് കോടിയേരി പ്രതികരിച്ചത്. ഇന്ത്യയിലെ രാഷ്ട്രീയ സ്ഥിതിയായി സിനിമയിൽ കാണിക്കുന്ന ചില കാര്യങ്ങൾ പച്ചയ്ക്കാണ് പറയുന്നതെന്നും അതിനിത്തരം കാണിച്ച എമ്പുരാൻ സിനിമയുടെ അണിയറക്കാർക്ക് അഭിനന്ദനങ്ങൾ എന്നാണ് ബിനീഷ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. ഈ പ്രതികരണം പോലും മുൻകൂട്ടി പ്ലാൻ ചെയ്ത് പോസ്റ്റ് ചെയ്ത പ്രതികരണമായാണ് ഇടത് കേന്ദ്രങ്ങൾ വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും മലയാള സിനിമയിലേക്ക് പോകുന്ന ഗതി ഏത് രീതിയിലേക്കാണെന്ന് പൃഥ്വിരാജും അതോടൊപ്പം തന്നെ മുരളി ഗോപിയും കാണിച്ചിട്ടുണ്ട്. സിനിമ ഹിറ്റാവാൻ വേണ്ടി ഏതെങ്കിലുമൊക്കെ ഒരു സിനിമാ നടനെ വെച്ചിട്ട് സിനിമ പിടിച്ചാലൊന്നും ഹിറ്റാവില്ല. വർഗീയതയില്ലാതെ നല്ല കോമഡിയും എന്റർടൈൻമെന്റും ഉൾപ്പെടെയുള്ള സിനിമകൾ ഇറക്കി അതൊരു 2 മണിക്കൂറായിരുന്നാലും അത് തിയേറ്ററിലിട്ടാൽ ആ സിനിമ ഹിറ്റാകും. പുതിയതായിട്ട് മുളച്ചു വരുന്ന ഈ സിനിമാ സംവിധായകരും തിരക്കഥാകൃത്തുമൊക്കെ
വർഷങ്ങൾക്ക് മുമ്പുള്ള മലയാള സിനിമകൾ എടുത്തൊന്ന് മറച്ചു നോക്കുന്നത് നല്ലതായിരിക്കും. ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.